ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. 33 പിയോ ദിനങ്ങൾ. 25-ാം ദിനം. പാദ്രി പിയോ, കുമ്പസാരക്കൂട്ടിലെ രക്തസാക്ഷി. ഇത് അദ്ദേഹത്തെക്കുറിച്ച് എഴുതപ്പെട്ട ജീവചരിത്ര ഗ്രന്ഥത്തിലെ ഒരു തലക്കെട്ടാണ്. അതിനോടൊപ്പം അദ്ദേഹം അറിയപ്പെട്ടിരുന്ന ഒരു പ്രധാനപ്പെട്ട ടൈറ്റിലാണത്. അദ്ദേഹം കുമ്പസാരക്കൂട്ടിലെ രക്തസാക്ഷി എന്ന പേരിൽ അറിയപ്പെടുന്നു. കാരണം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അദ്ദേഹത്തിൻ്റെ ഏറിയ പങ്കും സമയവും അദ്ദേഹം ചിലവഴിച്ചത് കുമ്പസാരക്കൂട്ടിലായിരുന്നു. നമുക്ക് കാണാൻ സാധിക്കും, ദിവസേന 18 മണിക്കൂർ വരെ അദ്ദേഹം കുമ്പസാരക്കൂട്ടിൽ ചിലവഴിച്ചിരുന്നുവെന്ന്. ഒരു വൈദികനായ എനിക്ക് പലപ്പോഴും വലിയ അതിശയമാണ്. നമ്മൾ കുമ്പസാരക്കൂട്ടിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പാവം കേട്ടുകൊണ്ട് അവിടെ ഒറ്റിരിപ്പിരിക്കുക. ചിലപ്പോൾ വിശുദ്ധന്മാരുമായിട്ട് ബന്ധപ്പെട്ട സമയത്തായിരിക്കും കുറച്ചധികം നേരം ഇരിക്കേണ്ടി വരുന്നത്. 2 മണിക്കൂർ അല്ലെങ്കിൽ 2.5 മണിക്കൂർ വരെയൊക്കെ ഇരിക്കേണ്ടി വന്നിട്ടുണ്ട്. 3 മണിക്കൂർ വരെയൊക്കെ 3 മണിക്കൂറിനടുത്ത് വരെയൊക്കെ ഇരിക്കേണ്ടി വന്നിട്ടുണ്ട്, ഒറ്റിരിപ്പ് അങ്ങനെ ഇരിക്കാന്നുള്ളത്. പക്ഷെ ആ 3 മണിക്കൂറൊക്കെ ഇരുന്ന് കഴിയുമ്പോഴത്തേക്ക് ഉണ്ടാകുന്ന അസ്വസ്ഥത അല്ലെങ്കിൽ ഒറ്റിരിപ്പ് അങ്ങനെ ഇരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു വലിയ ബുദ്ധിമുട്ട് വൈദികർക്കത് അറിയാൻ സാധിക്കും. നമ്മൾ വെറുതെ ഇരിക്കുന്ന കണക്കല്ലല്ലോ. കാരണം നമ്മൾ ഈ കേട്ടുകൊണ്ടിരിക്കുന്നതൊന്നും അത്രയും നല്ല കാര്യങ്ങളല്ല, ശുഭകരമായ കാര്യങ്ങളല്ല. ഓരോരുത്തരുടെയും ജീവിതത്തിൽ സംഭവിച്ച വളരെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് ഇങ്ങനെ ഇടതും വലതും ഇരുന്ന് നമ്മൾ അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് ഒരുപാട് ഊർജം ശരീരത്തിൽ നിന്നും ചോർത്തിക്കളയുന്ന, ആത്മീയമായിട്ട് നമ്മൾ ഒരുപാട് ക്ഷീണിപ്പിക്കുന്ന ഒരു സംഭവമാണ് അർത്ഥത്തിൽ കുമ്പസാരം കേൾക്കുക എന്ന് പറയുന്നത്. പ്രാർത്ഥിച്ച് ഇരുന്നില്ലെങ്കിൽ പെട്ടെന്ന് ക്ഷീണിച്ചു പോകാവുന്നൊരു കാര്യം. അങ്ങനെയൊക്കെ ഒരു 3 മണിക്കൂർ വരെയൊക്കെ മാക്സിമം പുരോഹിതരൊക്കെ ഇരുന്നിട്ടുണ്ടാവും. ചിലപ്പോൾ തീർത്ഥാടന കേന്ദ്രങ്ങളിലൊക്കെ അതിനേക്കാൾ കൂടുതൽ സമയം ഇരുന്നിട്ടുള്ള പുരോഹിതരുണ്ടാവും. പക്ഷേ ദിവസം 24 മണിക്കൂറുള്ള ഒരു ദിവസത്തിൽ 18 മണിക്കൂർ കുമ്പസാരക്കൂട്ടിലിരുന്ന വ്യക്തി എന്ന് പറയുമ്പോൾ അത് എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അദ്ദേഹത്തെക്കുറിച്ച് പറയുന്ന 18 മണിക്കൂർ കുമ്പസാരക്കൂട്ടിലിരുന്നു. അത് തീരെ രോഗിയും അവശനുമായിരുന്ന സമയത്ത് 10 മണിക്കൂറായി കുറച്ചു. പിന്നീട് നിർബന്ധം, ഈ ആശ്രമത്തിലെ അധിപൻ്റെയൊക്കെ നിർബന്ധപ്രകാരം, സന്യാസാശ്രമത്തിലെ അവരുടെ സുപ്പീരിയേഴ്സിൻ്റെ നിർബന്ധപ്രകാരം 4 മണിക്കൂറായിട്ടൊക്കെ കുറയ്ക്കാനായിട്ടൊക്കെ ആവശ്യപ്പെട്ടിരുന്നു. പക്ഷെ അദ്ദേഹം അത് കഴിവിൻ്റെ പരമാവധി അത് നീട്ടിക്കൊണ്ട് അത് കൂടുതൽ പാപികൾക്ക് കുമ്പസാരം കൊടുക്കാനായിട്ട് അദ്ദേഹം ശ്രമിച്ചിരുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹം ഈ കടുത്ത രോഗാവസ്ഥയിലും വേദനയിലും അസ്വസ്ഥയിലും ഒക്കെ ആയിരുന്നപ്പോഴും അദ്ദേഹം ഇത് ചെയ്തിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം കുമ്പസാരക്കൂട്ടിൽ രക്തസാക്ഷി എന്നറിയപ്പെടുന്നു. അദ്ദേഹം കുമ്പസാരം കൊടുത്തിരുന്ന ആശ്രമം അതുകൊണ്ട് തന്നെ ക്ഷമയുടെ ഭവനം എന്ന പേരിൽ പ്രസിദ്ധവുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ രീതിയിലേക്ക് കുമ്പസാരിക്കാൻ വരുന്ന ആളുകളുടെ ബാഹുല്യം നിമിത്തം രജിസ്ട്രേഷൻ കൗണ്ടർ തുടങ്ങിയിരുന്നു. രജിസ്ട്രേഷൻ കൗണ്ടറിൽ പേരെഴുതി അല്ലെങ്കിൽ അവിടുന്ന് ടോക്കൺ എടുത്തിട്ട് ആ ടോക്കണിൻ്റെ നമ്പർ അനുസരിച്ചായിരുന്നു തിരക്കൊഴിവാക്കാൻ വേണ്ടി കുമ്പസാരം ക്രമീകരിച്ചിരുന്നത്. അങ്ങനെ കുമ്പസാരിക്കാൻ വന്ന പുരുഷന്മാർ ഏതാണ്ട് 3 മുതൽ 15 ദിവസം വരെയും സ്ത്രീകൾ ഏതാണ്ട് 5 മുതൽ 28 ദിവസം വരെയും ഒക്കെ കാത്തു നിന്ന വ്യക്തികളുണ്ടായിരുന്നു. അങ്ങനെ കാത്തു നിന്നാൽ മാത്രമേ, അങ്ങനെ മുറിയെടുത്ത് അടുത്ത ഏതെങ്കിലും ദിവസങ്ങൾ മുറിയെടുത്ത്, അല്ലെങ്കിൽ അടുത്തുള്ളവരാണെങ്കിൽ അവർ ടോക്കൺ എടുത്തിട്ട് പോയിട്ട് ഇത്രയും ദിവസം കഴിഞ്ഞ് വരും, അല്ലെങ്കിൽ മുറിയെടുത്തൊക്കെ കാത്തു നിന്നാണ് കുമ്പസാരിച്ചത് നമുക്ക് കാണാൻ സാധിക്കും. ഒരുപാട് മെത്രാന്മാരും വൈദികരും ഒക്കെ അതിനകത്ത് കുമ്പസാരിക്കാൻ വന്നിരുന്നു. ചില വൈദികർ വേഷം മാറി കുമ്പസാരിക്കാൻ വരുമായിരുന്നു. അവരുടെ വലിയ ആഗ്രഹം കൊണ്ട് വൈദികനാണെന്ന് അറിയിക്കാത്ത രീതിയിൽ വരും. പക്ഷേ പാദ്രി പിയോയുടെ പരഹൃദയ ജ്ഞാനം കൊണ്ട് പറയും, എന്താണ് പുരോഹിത, നീ നിൻ്റെ വസ്ത്രമണിഞ്ഞ് നിൻ്റെ ഐഡൻറ്റിറ്റിയിൽ കുമ്പസാരിക്കാത്തത്? അങ്ങനെ കുമ്പസാരിക്കും. അങ്ങനെയാണ് കുമ്പസാരിക്കേണ്ടത്. നമ്മൾ അച്ഛന്മാർ കുമ്പസാരിക്കാൻ ചെല്ലുമ്പോഴും നമ്മൾ പറയും, ആദ്യം പറയേണ്ടത് എൻ്റെ സ്പിരിച്വൽ സ്റ്റാറ്റസ് ആണ്, അതായത് ഞാൻ ഒരു പുരോഹിതനാണ് എന്ന് പറയുന്നതാണ് കുമ്പസാരം തുടങ്ങേണ്ടത്. സാധാരണക്കാരൻ കുമ്പസാരിക്കാൻ ചെല്ലുമ്പോഴും അങ്ങനെയാണ്, ഞാനൊരു വിവാഹിതനാണ് എങ്കിൽ ഞാനൊരു വിവാഹിതനാണ്, ദാമ്പത്യ ജീവിതം നയിക്കുന്ന ആളാണ്, എനിക്ക് ഇത്ര മക്കളുണ്ട് എന്ന ആ ഒരു സ്പിരിച്വൽ സ്റ്റാറ്റസ് പറഞ്ഞിട്ടാണ് കുമ്പസാരിക്കുക എന്നുള്ളൊരു കാര്യം കൂടിയുണ്ട് യഥാർത്ഥത്തിൽ. എന്നിട്ട് നമ്മൾ കാണുന്നത് ഇങ്ങനെയാണ്. വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ പാപ്പ കരോൾ വൊയ്റ്റീവ പോളണ്ടിലെ ക്രാക്കോ രൂപതയുടെ മെത്രാനായിരിക്കെ പോളണ്ടിൽ നിന്നും ഇറ്റലിയിൽ വന്ന് പാദ്രി പിയോ എടുത്ത് കുമ്പസാരിച്ചിട്ട് പോകായിരുന്നു. ആ മെത്രാനായിരുന്ന സമയത്ത്. എന്നിട്ട് അദ്ദേഹം കുമ്പസാരിച്ചിട്ട് പോയിട്ട് തിരിച്ചു ചെന്ന് അദ്ദേഹത്തിൻ്റെ രൂപതയിലെ സെമിനാരിക്കാരെ വിളിച്ചിട്ട് അതുപോലൊരു പുരോഹിതനാകണം നിങ്ങളെന്ന് സെമിനാരിക്കാരോട് പറയുമായിരുന്നു എന്നൊരു കുറിപ്പ് നമ്മൾ ജോൺ പോൾ രണ്ടാമൻ പാപ്പായുടെ ജീവചരിത്രത്തിൽ നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കും. അവർ സമകാലീനായിരുന്നല്ലോ. അങ്ങനെ പാദ്രി പിയോയുടെ കുമ്പസാരം വളരെ പ്രസിദ്ധമായിരുന്നു.
ഇതിൽ പരിഹൃദയ ജ്ഞാനം കൊണ്ടും മാനസാന്തരാഹ്വാന വരം കൊണ്ടും പാദ്രി പിയോ വളരെ പ്രസിദ്ധനായിരുന്നു. നമുക്ക് നിരവധി സംഭവങ്ങൾ അങ്ങനെ കണ്ടെത്താൻ സാധിക്കും. അങ്ങനെ നിരന്തരം പാദ്രി പിയോട് കുമ്പസാരിക്കാൻ വരുന്ന വ്യക്തികൾ, അവർക്ക് മാനസാന്തരം ഉണ്ടായിട്ടില്ല, അല്ലെങ്കിൽ കൃത്യമായ പാപബോധമില്ലാതെ കുമ്പസാരിക്കാൻ വന്ന വ്യക്തികളൊക്കെ അദ്ദേഹം തിരിച്ചു പറഞ്ഞു വിട്ടിട്ടുണ്ട്. ചിലരോട് വളരെ റഫായിട്ട് പെരുമാറിയിട്ടുണ്ട്. ഒരു വ്യക്തിക്ക് അടി കൊടുത്തിട്ട് ഇറങ്ങിപ്പോകാൻ പറയുന്നൊരു സംഭവം നമ്മൾ പാദ്രി പിയുടെ ജീവിതത്തിൽ വായിക്കുന്നുണ്ട്. പലരെയും ഇറക്കി വിടുന്ന, വളരെ റഫായിട്ട് ഇറക്കി വിട്ടിട്ട് നീ കുമ്പസാരിക്കണ്ട എന്ന് പറഞ്ഞിട്ട് ഇറക്കി വിടുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇത് പലപ്പോഴും പലരും ചോദിച്ചിട്ടുണ്ട്, എന്തുകൊണ്ടാണ് അങ്ങനെ ഇത്രയും റഫായിട്ടൊക്കെ കുമ്പസാരത്തിൽ പെരുമാറുന്നത്, അങ്ങനെ ഇടപെടാമോ? അപ്പോൾ പാദ്രി പിയോ പറയുന്നത്, ഞാനിങ്ങനെ പെരുമാറുമ്പോൾ എന്തോരം വേദനയാണ് എൻ്റെ ഉള്ളിലുള്ളതെന്ന് നിങ്ങൾക്കറിയാമോ? ഞാൻ ചെയ്യണമെന്ന് ആഗ്രഹിച്ചിട്ടല്ല, പക്ഷേ എൻ്റെ അടുത്ത് കുമ്പസാരിക്കാൻ വരുന്ന വ്യക്തിയെ ക്ഷണിക്കുന്നതും ദൈവം തന്നെ, എന്നാൽ തിരിച്ചു പറഞ്ഞു വിടുന്നതും ദൈവം തന്നെ. ചില വ്യക്തികൾ വരുമ്പോൾ തിരിച്ചു പറഞ്ഞു വിടാനായിട്ട് ആവശ്യപ്പെടുന്നതും ദൈവം തന്നെയാണ്. ഞാൻ വെറും ഉപകരണം മാത്രമാണ്. അതേ പറഞ്ഞാൽ നിരന്തരം എന്നെ കൊണ്ടിരിക്കുന്ന ഒരു അഗ്നിപർവ്വതം എൻ്റെ കൊച്ചു ഹൃദയത്തിനുള്ളിൽ പ്രതിഷ്ഠിച്ച് യേശുവിൻ്റെ അനന്തകാരുണ്യത്തെക്കുറിച്ച് പറയുവാൻ ഞാൻ അശക്തനാണ്. ദൈവത്തോടും മനുഷ്യരോടുമുള്ള സ്നേഹത്താൽ ഹൃദയം കത്തിച്ചൊലിക്കുന്നുണ്ട്. പ്രാർത്ഥനയിലൂടെ ഞാൻ എൻ്റെ ഒരു കൈകൊണ്ട് ശിക്ഷിക്കാനൊരുങ്ങുന്ന ദൈവത്തെ തടയുകയും മറു കൈകൊണ്ട് പാപികളെ ഒന്നാകെ മാടി വിളിക്കുകയും അനുതാപത്തിലേക്കും മാനസാന്തരത്തിലേക്കും ക്ഷണിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ചില സന്ദർഭങ്ങളിൽ പാപബോധമില്ലാത്ത വ്യക്തികൾ കടന്നു വരുമ്പോൾ അവരെ തടയാനും തിരിച്ചു പറഞ്ഞയക്കാനും ഈശ്വരനാഥൻ എന്നോട് ആവശ്യപ്പെടുന്നു. കാരണം അവരുടെ പാപബോധം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് പാദ്രി പിയോയുടെ പരിഹൃദയ ജ്ഞാനം കൊണ്ട് തിരിച്ചറിയാൻ സാധിക്കുമായിരുന്നു. എന്നിട്ടാണ് അദ്ദേഹം ഈ പ്രവൃത്തിയിൽ ഏർപ്പെടുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെയുള്ള ഇടപെടലിൽ പാദ്രി പിയുടെ ജീവിതത്തിൽ ഒരുപാട് സംഭവങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹം അമിത വികാരപ്രകടനം കാണിക്കുന്ന ആളുകളെ ഭക്തിയുടെ പേരിൽ ഇനി കരഞ്ഞ്, അല്ലെങ്കിൽ അമിത വികാരപ്രകടനം, അതായത് അദ്ദേഹത്തിന് അറിയാം ഇവർക്ക് ഇത്രയേ ഉള്ളോ, അവർക്ക് കരയാനുള്ളൊരു സിറ്റുവേഷൻ ഉണ്ടോ, അതോ കരച്ചിൽ അഭിനയിക്കുകയാണോ, അമിത വികാരപ്രകടനം അഭിനയിക്കുകയാണോ, അല്ല, അങ്ങനെയുള്ള ആളുകളെ തിരിച്ചറിഞ്ഞിട്ട് പാദ്രി പിയോ അവരെ വിലക്കുമായിരുന്നു. നിങ്ങൾ ഉള്ളുകൊണ്ടല്ല കരയുന്നത്, വെറുതെ പുറമേ ഒന്ന് കരഞ്ഞ് കാണിക്കുക, കരയണ്ട എന്ന് പറയുമായിരുന്നു. കരച്ചിൽ നിർത്താൻ പറയുമായിരുന്നു. അത് നിങ്ങളുടെ അഭിനയമാണെന്ന് പറയുമായിരുന്നു. ചില വ്യക്തികൾ മാന്യന്മാരാണെന്ന് കാണിക്കാൻ വേണ്ടി മറ്റുള്ളവരുടെ മുമ്പിൽ വന്ന് കുമ്പസാരിക്കാൻ ശ്രമിക്കും. അപ്പോൾ അങ്ങനെയുള്ള ചില വ്യക്തികളെയൊക്കെ പാദ്രി പിയോ തിരിച്ച് ആട്ടി ഒരു ഡോക്ടർ വരുന്ന സംഭവം നമ്മൾ വായിക്കുന്നുണ്ട്. അങ്ങനെ പാദ്രി പിയോ പറയും, നീ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി എൻ്റെ അടുത്ത് വന്ന് കുമ്പസാരിച്ചപ്പോൾ നീ ഏതാണ്ട് വലിയ വിശുദ്ധിയുള്ള മനുഷ്യനായി മാറി എന്ന് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയാണ് നീ മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് കുമ്പസാരിക്കാൻ വന്നിരിക്കുന്നത്. അതല്ല വേണ്ടത്, നിൻ്റെ പാവം പറയാൻ വേണ്ടി കുമ്പസാരിക്കുക, തിരിച്ചു പോവുക, അങ്ങനെ പറഞ്ഞു വിട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ കുമ്പസാരിക്കാനായിട്ട് വരുന്ന സ്ത്രീകളോട് പാദ്രി പിയോ പെരുമാറിയിരുന്നത്, അവർ മാന്യമായ വസ്ത്രധാരണത്തോടു കൂടിയല്ല, ശരീരം മറയ്ക്കുന്ന മാന്യമായ വസ്ത്രധാരണത്തോടു കൂടിയല്ല വരുന്നതെങ്കിൽ അവരെ തിരിച്ചു പറഞ്ഞയക്കുമായിരുന്നു. അങ്ങനെയുള്ളവരെ കയറ്റി വിടാൻ പോലും പാദ്രി പിയോ അനുവദിക്കത്തില്ല. മാന്യമായി ശരീരം മുഴുവൻ മറയ്ക്കുന്ന വസ്ത്രം ധരിച്ച് കൃത്യം ആ ഒരു ശരിയായ രീതിയിൽ വസ്ത്രധാരണത്തോടുകൂടി വരുന്നവയിൽ മാത്രം കുമ്പസാരിച്ചാൽ മതി. അല്ലാതെ ഈ കുമ്പസാരിക്കാൻ വന്ന് നിൽക്കുന്ന വ്യക്തികളുടെ മനസ്സിലും പാപമുണ്ടാക്കത്തക്ക രീതിയിലുള്ള വസ്ത്രധാരണമായിട്ട് വരുന്ന വ്യക്തികളൊക്കെ ആരും ഇങ്ങോട്ട് കയറണ്ട, അങ്ങനെ ആരെയും കയറ്റണ്ട എന്ന് പാദ്രി പിയോ നിർബന്ധം പറയുമായിരുന്നു. അങ്ങനെ പാദ്രി പിയോയുടെ കുമ്പസാരവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന പല സംഭവങ്ങളും നമുക്ക് കാണാൻ സാധിക്കും. അദ്ദേഹം ഈ വളരെ റഫായിട്ട് ഇടപെട്ട ചില വ്യക്തികളിൽ ഒരാൾ ഫ്രെഡറിക്കോ അബ്രോഷ് എന്ന് പറയപ്പെടുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹം ഒരു ലൂതറൻ പാഷണ്ഡതയിൽ നിന്നൊക്കെ തിരിച്ചു വന്ന ഒരു കത്തോലിക്ക വിശ്വാസിയാണ്. പക്ഷേ കത്തോലിക്കപരമായിട്ടുള്ള യാതൊരു കാര്യങ്ങളും കുദാശസ്യങ്ങളുടെ കാര്യങ്ങളൊന്നും അദ്ദേഹം ചെയ്യത്തില്ലായിരുന്നു. അദ്ദേഹം ഇങ്ങനെ ഭാര്യയുടെയൊക്കെ ഇടപെടലും കൊണ്ട് മറ്റും കുമ്പസാരിക്കാനായിട്ട് വന്നു. പക്ഷെ കുമ്പസാരിക്കാൻ വന്നെങ്കിൽ അദ്ദേഹം കുമ്പസാരത്തിന് കൃത്യമായിട്ടും വലിയ പ്രാധാന്യം കൊടുത്തില്ല. അദ്ദേഹത്തിൻ്റെ അഭിപ്രായ പ്രകാരം സാമൂഹ്യപരമായും മനഃശാസ്ത്രപരമായും കുമ്പസാരം ഒരു നല്ല ഉപാധിയാണ്, പക്ഷെ അതിലൊരു ദൈവികത ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. പക്ഷേ പാദ്രി പിയോ മനുഷ്യൻ്റെ മാനസാന്തരത്തിനു വേണ്ടി ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയും ഈശ്വരവിരുദ്ധമായ എല്ലാ നടപടികളും അദ്ദേഹം ചെയ്തുകൊണ്ടിരുന്നതിൽ നിന്നും പിന്മാറുവാനായിട്ട് അദ്ദേഹത്തോട് ആഹ്വാനം ചെയ്യുകയും അതിനുവേണ്ടി കർത്താവിനോട് പ്രാർത്ഥിക്കുകയും ചെയ്തു. അതിൻ്റെ ഫലമായിട്ട് അദ്ദേഹം പിന്നീട് മാനസാന്തരപ്പെട്ട് പാദ്രി പിയുടെ അരികിൽ വന്ന് ശരിയായിട്ട് കുമ്പസാരിക്കണമെന്ന് ആവശ്യപ്പെടുന്നുണ്ട്. അപ്പോൾ എന്നിട്ട് അദ്ദേഹം പറയുന്നു, നിൻ്റെ ആത്മാവിൻ്റെ സ്ഥിതി അനുസരിച്ച് നീ സാത്താന് സ്തുതിഗീതം ആലപിക്കുന്ന രീതിയിലാണ് ജീവിക്കുന്നത്. അതല്ല
നീ കർത്താവിന് വേണ്ടി ജീവിക്കാനായിട്ടുള്ള മനസ്സോടുകൂടി വരികയാണെങ്കിൽ നിനക്ക് കുമ്പസാരം തരാം എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അങ്ങനെ പിന്നീട് അദ്ദേഹം വന്ന് കുമ്പസാരിക്കുന്നുമുണ്ട്. പെന്ത്രിപ്പിയോയുടെ വലിയ പ്രത്യേകതയായിരുന്നു ഈ മനസ്സറിഞ്ഞിട്ട് ഉത്തമ മനസ്താപത്തോടും പാപബോധത്തോടും കൂടി ആത്മാർത്ഥമായിട്ട് കുമ്പസാരിക്കാൻ വന്നിരിക്കുന്ന വ്യക്തിയാണെങ്കിൽ മാത്രം കുമ്പസാരം കൊടുക്കും. അന്നേരം അദ്ദേഹം പറയും, എന്തിനു നീ സമയം പാഴാക്കുന്നു? എൻ്റെയും നിൻ്റെയും സമയം പാഴാക്കിയാണ്. ഇത് കർത്താവിന് സ്വീകാര്യമായ ഒരു കുമ്പസാരമല്ല. തിരികെ പോവുക. എപ്പോൾ മനസ്സാകുന്നു പൂർണ്ണമായിട്ടും മനസ്താപം നിനക്കുണ്ടോ അപ്പോൾ നീ വന്ന് കുമ്പസാരിക്കുക. അത് കൃത്യമായിട്ടും പാദ്രിപ്പിയോ മനസ്സിലാക്കിയും മുഖത്ത് നോക്കി പറയുകയും ചെയ്യുമായിരുന്നു. എന്നിട്ട് ഈ ചില വ്യക്തികളൊക്കെ പറയുന്നത് ഇങ്ങനെയാണ്, നീ ഏത് കുമ്പസാരം വരെയാണ് നല്ല കുമ്പസാരം നടത്തിയത്? അത് കൃത്യമായിട്ട് പറയുമായിരുന്നു. നീ ഇതിനു മുമ്പ് ഇത്രാം വർഷത്തിൽ നിൻ്റെ വിവാഹത്തിന് ശേഷം നടത്തിയ ഈ അവസാനത്തെ കുമ്പസാരം, ആ ഒരു കുമ്പസാരം ഉണ്ടല്ലോ, അതുവരെ നീ നടത്തിയ കുമ്പസാരങ്ങൾ കൃത്യമായിരുന്നു. അതുവരെ പറഞ്ഞ ഭാഗങ്ങളൊന്നും പറയണ്ട. അതിനുശേഷം നീ നടത്തിയ കുമ്പസാരങ്ങളെല്ലാം കള്ള കുമ്പസാരങ്ങളായിരുന്നു. അതുകൊണ്ട് അതിനുശേഷം നടത്തിയ കുമ്പസാരങ്ങളിൽ പറയാതിരുന്ന പാപങ്ങൾ ഉൾപ്പെടെ പറയണം. അത് പറയാൻ നിനക്ക് സാധിക്കുന്നില്ലെങ്കിൽ ഏതൊക്കെയാണ് പാപമെന്ന് ഞാൻ അങ്ങോട്ട് പറഞ്ഞു തരാം, നിന്നെ ഓർപ്പിക്കാം. അതും കൂടെ ഓർത്തെടുത്തിട്ട് നീ പറയണം. അങ്ങനെ പറയുന്ന ആത്മാർത്ഥമായ കുമ്പസാരമാണെങ്കിൽ ഞാൻ കേൾക്കാം, അല്ലെങ്കിൽ നീ കുമ്പസാരിക്കേണ്ട, തിരിച്ചു പോവുക. അങ്ങനെ പറഞ്ഞ് കുമ്പസാരിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ കൃത്യമായിട്ടും ഒരു വ്യക്തിയുടെ ഹൃദയം അളക്കാനും അവരുടെ പാപങ്ങൾ മനസ്സിലാക്കിയിട്ട് കുമ്പസാരിപ്പിക്കാനും, അത് മനസ്സിലാക്കിയിട്ട് അവർ പോലും മറന്നിരിക്കുന്ന പാപങ്ങൾ ഓർമ്മിപ്പിച്ചിട്ട് കുമ്പസാരിപ്പിക്കാനും, ഇനി ആഴമേറിയ ആത്മാർത്ഥമായ പാപബോധം ഇല്ലാതെ കുമ്പസാരിക്കാൻ വന്നവരുടെ പാപബോധമില്ലായ്മയെക്കുറിച്ച് അതിൻ്റെ അളവ് മനസ്സിലാക്കി ബോധ്യപ്പെടുത്തിയിട്ട് കൃത്യം പാപബോധം ഉണ്ടാകുമ്പോൾ കുമ്പസാരിച്ചാൽ മതി എന്ന് പറഞ്ഞ് ഓർമ്മിപ്പിക്കാനും ഒക്കെയുള്ള മറ്റാർക്കും കിട്ടിയിട്ടില്ലാത്ത വലിയ വരങ്ങൾ വിശുദ്ധ പാദ്രിപ്പിക്ക് ഉണ്ടായിരുന്നുള്ളതാണ്. അപ്പോൾ അത് കുമ്പസാരത്തിന് അദ്ദേഹം കൊടുത്തൊരു വിലയുണ്ട്. ആ വിലയ്ക്കൊത്ത് ദൈവം അദ്ദേഹത്തെ കുമ്പസാരത്തിൻ്റെ വ്യത്യസ്തങ്ങളായിട്ടുള്ള വരങ്ങൾ കൊണ്ട് അനുഗ്രഹിച്ചു നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കേണ്ടത് കുമ്പസാരം അത്ര കണ്ട് വലിയൊരു കുദാശയാണെന്നുള്ള ബോധ്യത്തിലേക്കാണ് ഈ സംഭവങ്ങളൊക്കെ കുമ്പസാരക്കൂട്ടിലെ രക്തസാക്ഷി നമ്മളെ കൊണ്ടുവന്നെത്തിക്കുന്നത്. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹസ്വരൂപനായ ദൈവമേ, വിശുദ്ധ പാദ്രിപ്പിയുടെ ജീവിതത്തിലൂടെ കുമ്പസാരത്തിൻ്റെ വ്യത്യസ്തങ്ങളായ വരങ്ങളെക്കുറിച്ച് ഞങ്ങൾ കേട്ട് മനസ്സിലാക്കിയായിരുന്നു. അതായത് അങ്ങ് വലിയ പ്രാധാന്യത്തോടുകൂടി കാണുന്ന കുദാശയാണ് കുമ്പസാരം എന്ന ബോധ്യം ഞങ്ങൾക്ക് വിശുദ്ധ പാദ്രിപ്പിയുടെ ജീവിതത്തിലൂടെ നൽകുകയായിരുന്നു. കുമ്പസാരം എന്ന കുദാശയെ വലിയ പ്രാധാന്യത്തോടുകൂടി കാണുവാനും കുമ്പസാരിക്കാൻ വലിയ താല്പര്യത്തോടുകൂടി ആഗ്രഹിച്ച് പാപബോധത്തോടുകൂടി ഒരുങ്ങി ആത്മാർത്ഥതയോടുകൂടി ഇനി ആ പാപങ്ങൾ ആവർത്തിക്കുക തീരുമാനത്തോടു കൂടി ഒക്കെ കുമ്പസാരിക്കാനുള്ള ശക്തി ഞങ്ങൾക്ക് നൽകണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടിട്ടുള്ളമേ. ആമേൻ.